നമസ്കാരം. സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു ഗഡു, അതായത് 1600 രൂപയും, പിന്നീട് നമ്മളുടെ ഇപ്പോഴത്തെ, അതായത് ഈ മാസത്തെ പെൻഷനും കൂടി കൂട്ടിച്ചേർത്താണ് 3200 രൂപ വിതരണം ചെയ്യുന്നത്. അപ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു 3200 രൂപ ലഭിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡുവായ 2000 രൂപ ഉടൻ തന്നെ നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് കൃത്യമായി ലാൻഡ് സീഡിങ്ങും ആധാർ വെരിഫിക്കേഷനും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളിലേക്കായിരിക്കും 2000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ എത്തുക. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിതം എത്തുന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടില്ല. 6 മാസമായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. 2023 ജനുവരി മാസം മുതലാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിതം നൽകാൻ തുടങ്ങിയത്. അതിനുശേഷമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണത്തിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറച്ചിട്ടുള്ള തുകയാണ് സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കുക. അപ്പോൾ ഈ ഒരു മാസവും ഇത്തരത്തിൽ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം. ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണത്തിൻ്റെ തീയതി ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക് യു.